റബ്ബിന്റെ അപാരമായ അലങ്കരിക്കപ്പെട്ട വിധിക്ക് വിധേയമായി അരോഗതിടകാത്രനായ ആരോഗ്യമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ആരും ഒന്നറ്റാക്ക് വന്നാൽ അതെ ഫുട്ബോളിന്റെ ട്രാക്കിൽ ഫുട്ബോളിന്റെ മൈതാനത്ത് കാലുകൊണ്ട് പന്തടിച്ച് അല്പം ഒന്ന് കറങ്ങി റിവേഴ്സ് ഗിയറിൽ വന്ന് അറിയാതെ ഗ്രൗണ്ടിൽ വീണ് മരിച്ച വിപ്ലവകരമായ വലിയ ലോകമറിയപ്പെട്ട വലിയ ഫുട്ബോളർമാർ, ഡോക്ടർമാർ, അതിവിദഗ്ധന്മാരായ ആളുകൾ എല്ലാവരും മരിച്ചു പോവും, എല്ലാവരും മരിക്കും. ആ മരണത്തിനിടയിൽ ഒരു ജീവിത ലക്ഷ്യം, മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ യൗവനം അത് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യന്റെ യുവത്വം അല്ലേ, മനുഷ്യന്റെ യുവത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഒന്ന് വളരെ ഗൗരവമായി ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ആലോചിക്കണം. യൗവനം എന്ന് പറഞ്ഞാൽ നല്ല നല്ല വിടർന്ന മുഖം, നല്ല ഓജസ്സുള്ള കണ്ണുകൾ, നല്ല തെളിഞ്ഞ മുഖം, സ്മാർട്ടായ ആളുകളെ. പക്ഷേ ഇന്ന് കവലകളിൽ, നാൽക്കവലകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ, അതേ ബാംഗ്ലൂരിന്റെ, കോയമ്പത്തൂരിന്റെ, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മദ്യപിച്ച് മയക്കുമരുന്നിനടിമപ്പെട്ട് പെത്തടിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലഹരി മൂത്ത് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് അനുഭൂതികൾ ആസ്വദിക്കുന്ന ഒരു പുതിയ യുവത്വത്തിന് കാലത്ത് നയിക്കാൻ കഴിയില്ല, ലോകത്തെ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്രിക്കറ്റിന്റെ പിന്നാലെ, വിനോദങ്ങളുടെ പിന്നാലെ, മയക്കുമരുന്നുകളുടെ പിന്നാലെ, മദ്യത്തിന്റെ പിന്നാലെ, പുകവലിയുടെ പിന്നാലെ, സിനിമയുടെ പിന്നാലെ ഒരു പ്രയോജനവുമില്ലാത്ത മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കളി കാണുന്നതിലൂടെ കളിക്കുന്നവൻ കോടി സമ്പാദിക്കുന്നുണ്ട്, അവന് ബാങ്ക് ബാലൻസ് ഉണ്ട്, അവന്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ട്. പഠിക്കേണ്ട സമയത്താണ് നീ ഇരുന്നത്, പഠിക്കേണ്ട സമയത്താണ് നീ കഴിച്ചത്, പഠിക്കേണ്ട സമയത്താണ് നീ ടൂർ പോയത്, പഠിക്കേണ്ട സമയത്താണ് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത്. ഓർക്കുക, ഒരിക്കലും റിട്ടേൺ ഇല്ലാത്ത ആ യൗവനം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി മുമ്പ്. എന്റെ യൗവനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇരട്ട പൗരത്വമുള്ള എന്റെ യൗവനം എനിക്ക് പായ്വേലയായി. ലോകത്തെ കവികൾ, സാഹിത്യകാരന്മാർ ജീവിതത്തിന്റെ ഒടുവിൽ വിലപിച്ചിട്ടുണ്ട്. എത്ര ഉന്നതന്മാരെങ്കിലും അവർ വിലപിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോട്, പോവുക നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക്, നിങ്ങളുടെ പട്ടണങ്ങളിലേക്ക്, ജാതി മതഭേദമന്യേ അള്ളാഹുവിന്റെ അടിമകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. മനുഷ്യർക്ക് ആശ്വാസമായി, മനുഷ്യർക്ക് ശാന്തിയായി അവരുടെ യൗവനത്തെ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുക. റജുലാനി തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി പിണങ്ങുന്ന ഒരു യൗവനം. ഇന്ന് മുഖത്തോജസ്സില്ല, കണ്ണുകൾ ഉള്ളോട്ട് തള്ളി, നാവുകൾ ചലിക്കുന്നില്ല, വിറക്കുന്ന ചുണ്ടുകൾ, നേരെ നിൽക്കാൻ പറ്റാത്ത കൈകാലുകൾ. അങ്ങനെ ഒരു യുവത്വത്തെ ഭൂരിപക്ഷത്തെ നമ്മൾ കാണുന്നുണ്ട്. അവർ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അവരുടെ കരച്ചിലുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? അവർ വഴിവെച്ചു പോയ ഏതോ ഒരു നിമിഷമുണ്ടായിരുന്നു. അവർ സ്വയം പിഴച്ചതല്ല, അവരെ പിഴപ്പിക്കാൻ ഇവിടെ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടായിരുന്നു, അധർമ്മകാരികൾ ഉണ്ടായിരുന്നു. അവരുടെ മാതാവും പിതാവ് പോലും അവരെ പിഴപ്പിച്ചതിൽ പങ്കാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പൊടുന്നനെയുണ്ടാകുന്ന മരണവും ലോകത്തോട് നാം വിട പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നവും അള്ളാഹു നമുക്ക് നൽകിയ യുവത്വത്തെ കുറിച്ച് ചോദിക്കാതെ കാലുകൾ ചലിക്കില്ല. നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു പറയാൻ കഴിയണം. അല്ലാഹുവേ എന്റെ എനർജി, അല്ലാഹുവേ എന്റെ യുവത്വം, അല്ലാഹുവേ എന്റെ എല്ലാം നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സമ്പത്ത്. മഹാനായ ഒരു സഹാബി യുദ്ധരംഗത്ത് പടപൊരുതി കൈവാളുകൊണ്ട് ഛേദിക്കപ്പെട്ട് ചെറുവിരലിൽ അദ്ദേഹത്തിന്റെ കൈ തൂങ്ങി നിന്നു. ചെറുവിരലിൽ കാലിന്റെ അടിയിൽ വെച്ചതങ്ങ് പറച്ച് സ്വർഗത്തിന്റെ മണം വരുന്നു എന്ന് പറഞ്ഞ് ഓടി സ്വർഗത്തെ പോവുക. 80-ലധികം വെട്ടുകൾ ഏറ്റുവാങ്ങിയ, വലത് കൈ ഛേദിക്കപ്പെട്ട് ഇടത് കൈയിൽ കൊടി മാറ്റിപ്പിടിച്ച, ഇടത് കൈ ഛേദിക്കപ്പെട്ട് നെഞ്ചിലേക്ക് കൊടി മാറ്റിപ്പിടിച്ച, യൗവനം മുഴുവനും നശിച്ചു പോകുമായിരുന്ന സൗദി അറേബ്യയിലെ, അറബ് രാജ്യത്തിലെ ആ അറേബ്യൻ ജനതയെ പ്രവാചകൻ മാറ്റിയെടുത്തത് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിക്കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ, നിങ്ങൾക്ക് നിങ്ങൾ ഉപകാരപ്പെട്ടുവോ? നിങ്ങളൊരു നല്ല മകനായിരുന്നുവോ? നിങ്ങളൊരു നല്ല ഈ കാക്കയായിരുന്നുവോ? അനുജത്തിക്ക് സ്നേഹം വിളമ്പുന്ന നല്ലൊരു ഈ കാക്കയായിരുന്നുവോ? ജ്യേഷ്ഠനോട് മര്യാദയോടുകൂടി പെരുമാറുന്ന നല്ലൊരു ജ്യേഷ്ഠ അനുജനായിരുന്നുവോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം.